പ്രാർത്ഥനാവീരനായ ജോർജ് മുള്ളർ. അങ്ങനെ ഒരു മേലെഴുത്ത് തനിക്ക് ലഭിക്കുന്നതിന് മുൻപ് മദ്യപാനിയായിരുന്ന ഒരു യൗവന കാലഘട്ടം തനിക്കുണ്ടായിരുന്നു. ലൂതറൻ പള്ളിയിലെ അച്ഛനാകാൻ പഠിക്കുന്ന ഒരു വേദശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന സമയത്തും താൻ ഒരു മദ്യപാനിയായിരുന്നു. പിതാവ് അയക്കുന്ന പണം മുഴുവൻ മദ്യപാനത്തിനു വേണ്ടി ചെലവഴിച്ച മദ്യശാലയിൽ തൻ്റെ സമയം മുഴുവൻ ചെലവഴിച്ചിരുന്നൊരു കാലഘട്ടം. പണം തികയാതെ വരുമ്പോൾ സഹപാഠികളിൽ നിന്നും പണം കടം വാങ്ങി മദ്യം ആസ്വദിച്ചിരുന്നു. വൈകുന്നേരങ്ങളിൽ ഏറെ രാത്രിയായാലും മദ്യശാലയിൽ ചെലവഴിച്ചിരുന്ന ഒരു സമയം. യൗവന തിളപ്പിൽ ജയിലിനകത്ത് കേസുകളിൽ അകപ്പെട്ട സാഹചര്യം. ഒരുപാട് അടികൾ വാരിക്കൂട്ടിയിട്ടും ഏറ്റുവാങ്ങിയിട്ടും ജീവിതത്തിനകത്ത് ഒരു മാറ്റവും തനിക്ക് വന്നില്ല. തൻ്റെ മദ്യപാനത്തിൽ നിന്ന് ഒരു കുറവും തൻ്റെ ജീവിതത്തിലുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം മദ്യം ആസ്വദിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ സ്കൂൾ സഹപാഠിയായിരുന്ന ബെറ്റ എന്ന സുഹൃത്തിനെ താൻ കണ്ടുമുട്ടുന്നു. താൻ ആ സുഹൃത്തിനെ ഓർത്തെടുക്കുന്നു. ബെറ്റ തന്നോട് പറയുകയാണ്, ജോർജ്, എനിക്ക് നിന്നെ സുഹൃത്താക്കാൻ താല്പര്യമുണ്ട്. അത് കേട്ട് ജോർജ് മുള്ളറിന് ഭയങ്കര അതിശയമായി. നിനക്ക് എന്നോട് കൂടെ നശിക്കാനാണോ താല്പര്യം? ഞാൻ കരുതി നിന്റെ കൂടെ വരുന്നത് കൊണ്ട് ഞാൻ നന്നാകും. ബെറ്റ ചോദിച്ചു, അപ്പോൾ നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടല്ലേ? അവരുടെ ആ ഒരു സംഭാഷണം, സുഹൃബന്ധം. ബെറ്റ താൻ സ്ഥിരമായി പോകുന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിലേക്ക് ജോർജ് മുള്ളറെ ക്ഷണിക്കുകയാണ്. ജോർജ് മുള്ളർ ആ പ്രാർത്ഥനാ യോഗത്തിൽ ചെല്ലുന്നു. അവിടെ വെച്ച് ഒരു വ്യക്തിയുടെ പ്രാർത്ഥന തന്നെ ആകർഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ വ്യക്തി മുട്ടുകൾ മടക്കി കൈകൾ കൂപ്പി പറയുന്ന ഓരോ വാക്കും ആ ഭാവം മുഖത്ത് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തന്നെ അത്ഭുതപ്പെടുത്തി. താനൊരു വേദശാസ്ത്ര വിദ്യാർത്ഥിയാണ്, പക്ഷേ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ശൈലി, ഇങ്ങനെ മുട്ടുകൾ മടക്കി കണ്ണുകളടച്ച് ആ ഭാവത്തോടെ ആ ശക്തിയെ തിരിച്ചറിഞ്ഞ്, ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യൻ്റെ പ്രാർത്ഥന തന്നെ ആകർഷിച്ചു. വളരെ വ്യത്യസ്തനായിട്ടാണ് താൻ അവിടെ നിന്ന് പുറത്തു വന്നത്. അന്ന് രാത്രിയിൽ തൻ്റെ മുറിക്കകത്ത് താനും അതുപോലെ മുട്ടുകൾ മടക്കി തൻ്റെ മുട്ടുകൾ തറയിൽ കുത്തി താൻ കൈകൾ കൂപ്പി പൊട്ടിക്കരയുകയാണ്. യേശുക്രിസ്തുവിനെ പറ്റി അറിയാം, രക്ഷകനാണെന്നും ഒക്കെ അറിയാം. പക്ഷേ ആഴത്തിൽ തിരിച്ചറിയുവാൻ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ആ രാത്രി ജോർജ് മുള്ളറുടെ ജീവിതത്തിൽ അവസരം ലഭിച്ചു. അതിനുശേഷം ലൈബ്രറിയിൽ പോയി ആഴത്തിൽ കർത്താവിനെ പറ്റി, ദൈവത്തെപ്പറ്റി അറിയാനുള്ള ഒരു ആവേശം ജോർജ് മുള്ളറിനുണ്ടായി. ഒരുപാട് പുസ്തകങ്ങളെടുത്ത് വായിച്ചു. തൻ്റെ സുഹൃത്തായ എമി, പരസ്പരം അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. ജോർജ് മുള്ളർ അവളോട് പറയുകയാണ്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഞാനൊരു മിഷണറി ആകാൻ ആഗ്രഹിക്കുന്നു. ഒരു മദ്യപാനിയായിരുന്ന മനുഷ്യൻ, ചെറുപ്പക്കാരൻ, തൻ്റെ മനസ്സിൽ ഒരു മിഷണറി എന്നൊരു ആവേശം, ഒരു വാഞ്ച അലതല്ലി ഉയർന്നുകൊണ്ടിരുന്നു. തനിക്ക് മിഷണറിയാകണം. അതിനകത്ത് ജോർജ് മുള്ളർ ഉറച്ചു. ഓരോ ദിവസവും ആ ആഗ്രഹവും ആ ആവേശവും വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. എമി അത് തമാശയായിട്ടെടുത്തു. ദിവസങ്ങൾ കടന്നുപോയി.
ഓരോ ദിവസം ജോർജിനെ കാണുമ്പോൾ എമി ചോദിക്കും, നിന്റെ മിഷണറി പ്രാന്തൊക്കെ തീർന്നോ? ജോർജ് പറയും, ഇല്ല, അവളത് കാര്യമാക്കിയില്ല. അങ്ങനെ ഒരു ദിവസം അവൾ അവിടുന്ന് കടന്നുപോയ ശേഷം ഹെർമൻ എന്ന വ്യക്തി, മിഷണറി, തൻ്റെ മുറിക്കകത്തേക്ക് കടന്നു വന്നു. ജർമ്മനിയിലെ വലിയ ധനികനായ ഒരു വ്യക്തിയുടെ മകനാണ്. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ച് സാധാരണക്കാരുടെ ഇടയിൽ പോയി പ്രവർത്തിക്കുന്ന ഒരു സാധാരണ മിഷണറി. തൻ്റെ വസ്ത്രധാരണത്തിൽ പോലും ഒരു മിഷണറി എന്ന ഒരു ലേബൽ കാണാൻ സാധിച്ചു. ജോർജ് മുള്ളറിന് ഭയങ്കര അതിശയമായി തീർന്നു. ജോർജ് മുള്ളർ എമിയോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ദൈവത്തിന് കൊടുത്ത വാക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. എനിക്കൊരു മിഷണറി ആകണം. അപ്പോൾ തന്നെ നിന്നെ വിവാഹം കഴിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. എമി പറഞ്ഞു, എനിക്ക് സുഖസൗകര്യങ്ങളാണ് പ്രധാനം. എനിക്ക് ഒരു മിഷണറിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. നീ ഈ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറൂ എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളൂ. ജോർജ് മുള്ളർ ആ സമയത്ത് സ്തംഭിതനായി തീർന്നു. ആ സമയത്താണ് ഹെർമൻ എന്ന മിഷണറിയുടെ വരവ്. ഹെർമൻ എന്ന മിഷണറിയുടെ ഒരു വാക്ക് തന്നെ ഹൃദയത്തിനകത്ത് സ്ട്രൈക്ക് ചെയ്യുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, 2 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. തിരഞ്ഞെടുത്തേ മതിയാകൂ. ഒന്ന് തിരഞ്ഞെടുത്തേ മതിയാകൂ. ആ അപ്പൻ്റെ സുഖസൗകര്യത്തിനകത്ത് ജനിച്ചു വളർന്ന താൻ ഒരു മിഷണറിയായി സാക്രിഫൈസ് ചെയ്യാൻ ചൂസ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് ബോധ്യമുണ്ടായിരുന്നു, ഒന്നെങ്കിൽ എനിക്ക് ആ സുഖസൗകര്യത്തിനകത്ത് ജീവിക്കാം, അല്ലെങ്കിൽ ദൈവിക നിയോഗത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവം എന്നെ അയക്കുന്ന ഇടത്തേക്ക് എനിക്ക് പോകാം. ഈ ഒരു വാക്ക് ജോർജ് മുള്ളറിനെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. തൻ്റെ ഹൃദയത്തിനകത്ത് താൻ ഉറച്ചു, തനിക്ക് ദൈവമാണ് പ്രധാനം, തനിക്കൊരു മിഷണറി ആകണം. തൻ്റെ ആ യൗവന കാലഘട്ടമാണ്. ഒത്തിരി ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഒക്കെയുള്ള ആ ഒരു യൗവന കാലഘട്ടം. പക്ഷേ താൻ ദൈവസന്നിധിയിലെടുത്ത ഡിസിഷൻ, ആ മിഷണറി എന്നുള്ള ആവേശം, ആഗ്രഹം തൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയാതെ എമി എന്ന വ്യക്തിയെ തൻ്റെ ജീവിതത്തിനകത്തുനിന്ന് താൻ മാറ്റി ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ജീവിതത്തിൽ നമ്മൾ ദൈവത്തിനു വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും നമ്മളൊപ്പം കൊണ്ടു നടന്നതുമായ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുമ്പോഴാണ് ദൈവിക നിയോഗം, ദൈവിക മഹത്വം, ഗ്ലോറി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിൽ നമ്മുടെ ലൈഫിൽ നിറവേറുന്നത്. നമ്മൾ ദൈവത്തിനു വേണ്ടി ചിലതൊക്കെ ഉപേക്ഷിച്ച് സമർപ്പിക്കപ്പെടുമ്പോഴാണ് അവിടെ ദൈവിക മഹത്വം വെളിപ്പെടുന്നത്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുന്നത്, കർത്താവ് നമ്മൾ പ്രസാദിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഓരോ യൗവനക്കാരോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില സാഹചര്യത്തിലൊക്കെ തെറ്റിപ്പോയപ്പോഴും അല്ലെങ്കിൽ ജീവിതത്തിൽ ചില ഡിസിഷൻസൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒത്തിരി യൗവനക്കാർ, ഒത്തിരി കുഞ്ഞുങ്ങൾ, 19, 20, 25 ഒക്കെ പ്രായത്തിനകത്ത് നിൽക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ ജീവിതത്തിനകത്ത് എടുത്ത ചില ഡിസിഷനകത്ത് തെറ്റിപ്പോയി കർത്താവിനെ മറക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയെ മറക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരത്തോടെ ഇരിക്കുന്ന ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി യേശുപ്പച്ചന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ
നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ കർത്താവ് നോക്കിക്കോളും. ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ നമുക്ക് ത്യജിക്കണം. അതിനകത്ത് വേദനയുണ്ട്, സാക്രിഫൈസ് ഉണ്ട്. പക്ഷേ ആ സാക്രിഫൈസിനകത്തുണ്ടല്ലോ, അത് യേശുപ്പച്ചന് വേണ്ടി ആകുമ്പോൾ അതിനകത്ത് ഭയങ്കര ഗ്ലോറിയാണ്, അതിനകത്ത് ഭയങ്കര മഹത്വമാണ് വെളിപ്പെടുന്നത്. നമ്മുടെ ഇച്ഛകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ, അതിനെയൊക്കെ നിഷ്പ്രയാസം വേണ്ടെന്ന് വെച്ച് യേശുപ്പച്ചൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതിക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ, എനിക്കെൻ്റെ കർത്താവിൻ്റെ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. എനിക്കെൻ്റെ ദൈവത്തെ മറത്തൊന്നും വേണ്ട. എൻ്റെ കർത്താവിന് വേണ്ടി എന്തും ഞാൻ ത്യജിക്കാൻ, എന്ത് സാക്രിഫൈസും ഞാൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നിടത്താണ് നിങ്ങളുടെ മേലുള്ള ദൈവിക നിയോഗം വെളിപ്പെടുന്നത്. യേശുപ്പ നോക്കിക്കോളും. പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി യേശുപ്പച്ചന് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ, യേശുപ്പച്ചന് ഇഷ്ടമല്ലാത്ത ചിലതൊക്കെ ത്യജിക്കാൻ തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവിക നിയോഗത്തിൽ നിന്ന് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതിനെയൊക്കെ വേണ്ടാന്ന് വെച്ച് ആ വിഷയത്തെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്തിട്ട് യേശുപ്പച്ചന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ, യേശുപ്പച്ചന് നിങ്ങളെപ്പറ്റിയുള്ള ഉദ്ദേശത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കാൻ, അതിനുവേണ്ടി സമർപ്പിക്കപ്പെടാൻ തയ്യാറാകുമ്പോൾ, നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും കർത്താവ് ഏറ്റെടുക്കും.